കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ വന്ദനം. ഈ പ്രാവശ്യം ഇവിടെ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോൺഫറൻസിൽ എനിക്കും എൻ്റെ ഭാര്യയും ഒരുമിച്ച് വന്ന് സംബന്ധിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ഈ കോൺഫറൻസിൻ്റെ ഭാരവാഹികളോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാനായിട്ട് ആയുസ്സും ആരോഗ്യവും പ്രാഗൽഭ്യവും കൃപയും തന്ന സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചതും എന്നെ ഭരമേൽപ്പിച്ചതുമായ ദൂതുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുവാൻ ഇവിടെ അവസരങ്ങൾ ലഭിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കോൺഫറൻസിലെ പ്രസംഗികരായി വന്നു ചേർന്ന ദൈവദാസന്മാർ എല്ലാവരും തന്നെ എന്നേക്കാൾ സീനിയേഴ്സും ദീർഘവർഷങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ പരിചിതരും ഉന്നത ജീവിതം നയിക്കുന്നവരുമാണ്. അവരോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുവഹിപ്പാനുള്ള പദവി പ്രാഗൽഭ്യം തന്ന കർത്താവിന് ഞാൻ സകല മഹത്വവും അർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധനാ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസനും ഇന്നിവിടെ ദൈവവചനം ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട കർത്തൃദാസനും മറ്റെല്ലാ ദൈവദാസന്മാർക്കും ഞങ്ങളെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം വന്ദനം പറയുന്നു. പല നിലയിൽ ഞങ്ങളുടെ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവമക്കളെ കാണാനും അവരുടെ നല്ല വാക്കുകൾ കേൾക്കാനുമൊക്കെ ഇടയായി. എല്ലാറ്റിനും നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പകലിൽ ദൈവം നമ്മോട് സംസാരിക്കാനായി ദൂതിനായി നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വളരെ പണം ചെലവഴിച്ച് നടത്തുന്നൊരു മീറ്റിംഗാണിത്. വളരെ ദൂരെ നിന്ന് കഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ വന്നിരിക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചെലവെല്ലാം ലാഭമാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവശബ്ദത്തിനായിട്ട് കാതുകളെ തുറക്കാം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കുശവൻ്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ. കുശവൻ്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. ആപത്തു അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അകലാത്ത യേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കർത്താവേ, കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞങ്ങളെ ഇന്ന് പകലിൽ തിരുകയിൽ ഒന്നുകൂടെ തരുന്നു. അങ്ങ് ഞങ്ങളെ പണിയുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രയോജനമില്ലാത്തവരായിത്തീരും. കുശവൻ്റെ കയ്യിൽ ഒരു പാത്രം ചീത്തയായി പോയപ്പോൾ അവനതിനെ തള്ളിക്കളയാതെ തനിക്ക് ബോധിച്ചതുപോലെ വീണ്ടും മറ്റൊരു പാത്രമാക്കി തീർത്തത് ഞങ്ങൾ
വചനത്തിൽ കണ്ടു. ഞങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങളെയും കേടായിപ്പോയ സന്ദർഭങ്ങളിലെല്ലാം ഇഷ്ടം പോലെ ബോധിച്ചതുപോലെ വീണ്ടും ഉടച്ച് പണത് ഇത്രത്തോളം കൊണ്ടുവന്നതിനാൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളെ കാണുന്നത് പോലെ ഞങ്ങൾക്ക് ഞങ്ങളെ കാണാൻ കൃപ തരണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരേണ്ടതിന് ഞങ്ങളെ വിനയമായി തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ, വചനത്തെ പ്രകാശിപ്പിക്കണമേ, അന്തരീക്ഷത്തെ നിയന്ത്രിക്കണമേ. ദുഷ്ടൻ്റെ മേൽ പൂർണ്ണ വിജയം നിൻ്റെ ജനത്തിന് നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് ഈ സന്ദേശത്തിനായി ദൈവൻ്റെ ഹൃദയത്തിൽ തന്ന പ്രേരണ വചനത്തിൻ്റെ പ്രവൃത്തി എന്ന ദൂതാണ്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഉറക്കെ വായിക്കാം ആരെങ്കിലും ഒരാൾ. ആമേൻ. ഈ വചനം നാം ഇതിനു മുമ്പ് വായിച്ചു കേട്ടിട്ടുള്ളതാണ്. മഴയും ഹിമവും ഭൂമിയിലേക്ക് വരുന്നതിന് അയച്ച ആൾക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഫലകരമാകുക എന്നതാണ്. ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കാനാണ്. അതുപോലെയാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം. അത് മഞ്ഞ് പോലെയാണ്, അത് മഴ പോലെയാണ്. അത് ഞാൻ അയച്ചാൽ എനിക്കതിനൊരു ഉദ്ദേശമുണ്ട്. അത് വെറുതെ തിരിച്ചു വരികയില്ല. എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കും. ഞാൻ അയച്ച കാര്യം സാധിക്കും. വചനം നിരീശ്വരവാദികൾ വളരെ വായിച്ചിട്ടുണ്ട്. ബൈബിളിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്ന കാണാം അവരുടെ എഴുത്തുകളിൽ. ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. പക്ഷേ ആ വചനത്തിൻ്റെ ജീവൻ അവരെ തൊട്ടില്ല. ആ വചനം അവരെ മുറിച്ചില്ല. ആ വചനം അവരെ ചലിപ്പിച്ചില്ല. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, ഈ എഴുതിയ വചനങ്ങൾ ഇന്ന് പകലിൽ പുറപ്പെടുന്ന വചനമാകണം. അതിനൊരു ഉദ്ദേശമുണ്ട്, അതിനൊരു പ്രവൃത്തിയുണ്ട്. ഈ സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് മഴ പോലെ, മഞ്ഞു പോലെ അയക്കട്ടെ. അങ്ങനെ വന്ന് വീഴുമ്പോൾ അതതിൻ്റെ പ്രവൃത്തി ചെയ്യും. അതിൻ്റെ പ്രവൃത്തി നിശ്ചയമായും അത് ചെയ്യും. ഇംഗ്ലണ്ടിൽ വെച്ചൊരു മനുഷ്യൻ ബൈബിൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വചനം കയറി പിടിച്ചു. പുറപ്പെടുന്ന വചനം. ആ വചനം ഇതായിരുന്നു: ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്. അദ്ദേഹം സൺഡേ സ്കൂൾ അധ്യാപകനോട് ചോദിച്ചു, അതെന്താ ഇതിന്റെ അർത്ഥം?
അങ്ങ് പറയുന്ന കേട്ടാൽ മതി, ഇങ്ങോട്ട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പുറപ്പെട്ട വചനം അതിനെ പ്രവൃത്തി ചെയ്യാതെ തിരിച്ചു വരികയില്ല. 10 കൊല്ലം മുമ്പ് നിന്റെ അകത്തൊരു വചനം കത്തിയിട്ടുണ്ടെങ്കിൽ, തൊട്ടിട്ടുണ്ടെങ്കിൽ, ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പോകുകയില്ല. ആ വചനം നിന്നെ എവിടേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നോ അവിടെ നിന്നെ എത്തിക്കുന്നത് വരെ ആ വചനം മൂവ് ചെയ്തുകൊണ്ടിരിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തുനിന്ന് ചിലരെ മിഷൻ ഫീൽഡിലേക്ക് പുറപ്പെടുവിക്കുന്ന വചനമായി ഈ വചനം തീരട്ടെ. ഈ വചനം അങ്ങനെ തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ആ വചനം ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്നു. അവൻ യൗവനക്കാരനായി. അവൻ പലരോട് ചോദിച്ചു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ എനിക്കുണ്ടെന്ന് പറഞ്ഞ എന്താ? ഒടുവിൽ അയാൾ മനസ്സിലാക്കി, വെള്ളക്കാരല്ലാത്ത ആളുകളും ദൈവസഭയിൽ ഉണ്ടാകും. അതിന്റെ വ്യാഖ്യാനം അങ്ങേർക്ക് അങ്ങനെ കിട്ടി. അങ്ങനെ അദ്ദേഹം ആ ജനവിഭാഗത്തിന്റെ ഇടയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ വചനം മടങ്ങിപ്പോയില്ല. പിന്നെയും പിന്നെയും ആ വചനം കത്തിക്കൊണ്ടിരുന്നു. പ്രതികൂലങ്ങൾ ഉണ്ടായി. സിംഹം ആ മനുഷ്യനെ ആക്രമിച്ചു. ഒരു കൈ തകർന്നുപോയി. അപ്പോഴും ഈ വചനം കത്തിക്കൊണ്ടിരിക്കുക. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്. ഈ നരഭോജികളുടെ ഇടയിൽ നിന്നൊരു സമൂഹത്തെ ദൈവസഭയിലേക്ക് എടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രതികൂലങ്ങൾ വചനത്തെ തടയില്ല. വചനമാണ് നിന്റെ ഉള്ളിൽ ഇടപെട്ടതെങ്കിൽ പ്രതികൂലങ്ങൾ അതിനെ തടയുകയില്ല. ആവേശമാണെങ്കിൽ കൺവെൻഷൻ കഴിയുമ്പോൾ അസ്തമിച്ചു പോകും. വചനമാണെങ്കിൽ കത്തിക്കൊണ്ടിരിക്കും, പുറപ്പെടുവിക്കും, അത് പ്രവർത്തിക്കും, അത് നിന്നെ പുറപ്പെടുവിക്കും, അത് നിന്നെ ചില സ്ഥലത്ത് എത്തിക്കും. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. പുറപ്പെടുവിക്കുന്ന വചനം, പ്രവൃത്തി ചെയ്യുന്ന വചനം, ഫലത്തിലേക്ക് വരുത്തുന്ന വചനം. ഇന്ന് പകലിൽ ഈ സഭായോഗത്തിൽ വെറുതെ ഒന്നും വന്ന് നമ്മൾ പോകത്തില്ല. വെറുതെ ആഘോഷിച്ചു പോകുകയില്ല. ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്കായി ഈ സമൂഹത്തെ ദൈവം മാറ്റട്ടെ. ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിക്കായി ഈ ഗ്രൂപ്പിലെ ചെറുപ്പക്കാരെ ദൈവം മാറ്റട്ടെ. രക്തം ജയം. പൂർണ്ണസമയ ദൈവവേലയ്ക്കായി പ്രതിഷ്ഠിച്ച ചിലരെ കുറിച്ച് സഹോദരൻ ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു. ഈ അടുത്ത കാലങ്ങൾ ദൈവം ഇന്ത്യയിൽ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ അടുത്ത കാലങ്ങളിൽ ദൈവം വലിയ ഉണർവ് നമ്മുടെ ഭാരതത്തിൽ അയക്കും. ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ ഒന്നും തന്നെ കാര്യമായി നടന്നിട്ടില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ വചനത്തിൻ്റെ ശക്തി അറിഞ്ഞിട്ടുള്ളൂ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ വചനത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുള്ളൂ. വളരെ കുറച്ച് ആളുകളുടെ അകത്ത് മാത്രമേ ഈ തീ കത്തി തുടങ്ങിയിട്ടുള്ളൂ. ആ തീ കെടുത്താൻ കിണഞ്ഞ് ശ്രമിക്കുകയാണ് അധികാരമുള്ളവർ, പണമുള്ളവർ, രാഷ്ട്രീയക്കാർ ഒരുമിച്ച് ചേർന്ന് ഈ തീ കെടുത്താൻ ശ്രമിച്ചു. ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ വാർത്തകൾ വായിച്ചു. ഒരുപാട് പേരുടെ ചോര ഇന്ത്യയിൽ ഒഴുകി. ഒരുപാട് പേര് വീട് നഷ്ടപ്പെട്ടു പോയി. ഒഡിയ ഭാഷയിൽ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സഭായോഗം തുടങ്ങി. ഒരെണ്ണം ഞങ്ങളുടെ സെൻറ്ററിൽ തുടങ്ങി, പെരുമ്പാവൂർ തുടങ്ങി, പലയിടത്തും തുടങ്ങി. എന്നാ കാര്യം എന്നറിയോ? അവിടുന്ന് നാട് വിട്ട് പോകുന്ന പാവങ്ങൾ തിരിച്ച് ഗ്രാമത്തിൽ കയറാൻ പറ്റിയല്ല. അവർക്ക് ആരാധിക്കും വേണം. അപ്പോൾ ഭാഷയില്ലാതെ എങ്ങനെയാണ് ഭാഷ തുടങ്ങുന്നത്? അതിനകത്ത് തന്നെ ഭാഷയുള്ള ഉപദേശിമാരും ഉണ്ടായിരുന്നു. ഹോള് മാത്രം കൊടുത്താൽ മതിയെന്ന്. ഇന്ത്യയുടെ സ്ഥിതി മാറിയത് അറിഞ്ഞോ? ഇന്ത്യയുടെ സ്ഥിതി മാറിയത് അറിഞ്ഞോ? നാളുകളായി ദൈവം നിന്നെ ഇന്ത്യയിലേക്ക് വിളിക്കുന്നെങ്കിൽ ദിസ് ഈസ് ദ ടൈം. എൻ്റെ പാസ്റ്ററെ ഒരു വിധത്തിൽ ഉപദേശിച്ച് പ്രാർത്ഥിച്ച ഇവിടം വരെ എത്തിയത്. ഇനി അങ്ങോട്ട് പോകാനാണോ പറയുന്നത്?
അങ്ങോട്ട് പോകാൻ പ്രാർത്ഥിക്കണ്ട, കാല് വെച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. കാരണം അങ്ങോട്ട് വിസ കിട്ടാൻ വിഷമമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വർഷം സഞ്ചരിച്ച സ്ഥലങ്ങളിൽ എന്നെ ഏറ്റവും മറക്കാനാവാത്ത, ഹൃദയത്തെ സന്തോഷിപ്പിച്ച സ്ഥലം ബീഹാറായിരുന്നു. ഞാൻ പണ്ട് ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ഒരു സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്താം. ഒരു പ്രായമുള്ള മനുഷ്യൻ. ഈ മനുഷ്യൻ മലയാളം അറിയില്ല. ഞാൻ പുള്ളിയുടെ സാക്ഷി അങ്ങ് പറയാം. ബ്രദർ പറഞ്ഞു, ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വന്ന് എന്നോട് ചോദിക്കുക, ഈ പുള്ളിയോട് ചോദിക്കുക, നിങ്ങൾ ബാപ്റ്റിസം കൊടുക്കുന്നവരാണോ? അപ്പോഴേ ഈ പുള്ളിക്ക് പേടിയായി. ബാപ്റ്റിസം കൊടുക്കുന്നവരാണെന്ന് അറിഞ്ഞാൽ തല്ലാനായിരിക്കുമെന്ന് ഓർത്ത് ഒന്നും ഉത്തരം പറഞ്ഞില്ല. എന്നാ ഉദ്ദേശമെന്ന് ചോദിച്ചു. ഉടനെ അയാൾ പിടിച്ചു മാറ്റിച്ച് പറയുക, എനിക്കൊന്ന് സ്നാനപ്പെടാൻ വേണ്ടിയാണ്. നേരാണോ എന്നറിയാൻ വീണ്ടും റൂമിൽ കൊണ്ടുപോയി ചോദിച്ചു. 12 കൊല്ലം മുമ്പ് റേഡിയോയിൽ കൂടെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടതാ. അന്ന് തൊട്ട് ഞാൻ റേഡിയോക്കാർക്ക് എഴുതിക്കൊണ്ടിരിക്കുക, നിങ്ങൾ പറഞ്ഞതല്ല എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ സ്നാനപ്പെടണമെന്നും എനിക്ക് മനസ്സിലായി. പക്ഷെ ആര് നടത്തും? റേഡിയോക്കാർ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, റേഡിയോ കൂടെ സ്നാനം നടത്താൻ ഒക്കുകയില്ല. നിങ്ങൾ പ്രാർത്ഥിയിൽ ആരെങ്കിലും ദൈവം കൊണ്ടുതരും. അവിടെ മുഴുവൻ അന്വേഷിച്ചു, അങ്ങനെയുള്ള ഒരു പാർട്ടി ഇല്ല അവിടെ. സ്തോത്രം. പുള്ളി എന്നാ ചെയ്യുന്നറിയോ? ഗംഗായി പോയി ഇറങ്ങി നിന്നിട്ട്, യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എന്നിട്ട് സമാധാനമാകാഞ്ഞിട്ടാണ് ഈ ട്രാക്ട് കൊടുക്കുന്ന പുള്ളിയെ കണ്ട് ചോദിച്ചത്. പുള്ളി കൊണ്ടുപോയി ഗംഗയിൽ തന്നെ ആ മനുഷ്യന് സ്നാനം കൊടുത്തു. അതേ ബീഹാറിൽ ബാങ്ക് മാനേജരായി ദീർഘവർഷം പ്രസംഗിച്ച തോമസ് സാറിനോട് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഇത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വന്ന ചേഞ്ചാന്ന് പറഞ്ഞു. 15 കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഒരാൾ മുന്നോട്ട് വന്നില്ല. അത്ര ഡ്രൈ പ്ലേസ് ആയിരുന്നത്. എന്നാൽ കാലം മാറി, കൊയ്ത്താരംഭിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. ദൈവജനം അതറിയണം. ദൈവദാസനോട് ഒരു വാചകം ഓർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു കാലത്തിലേക്കല്ലോ നീ ഈ സ്ഥാനത്ത് വന്നതെന്ന് കൺവീനർ ഒരു വാക്ക് പറഞ്ഞു. അതൊരു ദൂത. ഇങ്ങനെ ഒരു കാലത്തേക്കല്ലോ ദൈവം നിങ്ങളെ എവിടെ എത്തിച്ചത്. ദൈവം നമ്മുടെ രാജ്യത്തെ സന്ദർശിക്കുന്ന വർഷമായിരിക്കും ഇത്. അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ ദൈവസഭ പണിയുവാൻ ദൈവം നമ്മയാണ് തെരഞ്ഞെടുത്തത്. ഇതുപോലെ കറതീർന്ന ഉപദേശം പഠിപ്പിക്കുന്ന ആരുണ്ട്? ഇതുപോലെ വചനം പറയുന്ന ആരുണ്ട്? ഞങ്ങൾ 1-2 പേരെ പ്രസംഗിക്കാൻ ഇവിടെ സെലക്ട് ചെയ്തെന്നല്ലാതെ ഇവിടെ ഇരിക്കുന്ന ആരാ ഇതിനകത്ത് ഇച്ചിരി കുറവുള്ളത്? പ്രസംഗത്തിൽ അല്പം പുറകോട്ടുള്ള ആരുണ്ട് ഇതിനകത്ത്? അവസരം കൊടുക്കാത്തതുകൊണ്ടല്ലേ. ഇതാ ഭാരതത്തിൽ ആയിരക്കണക്കിന് ഉപദേശിമാരെ ആവശ്യമുണ്ട്, 10,000-കണക്കിന് പ്രവാചകന്മാരെ ആവശ്യമുണ്ട്. സ്നാനം നടത്തുവാൻ ക്യൂ നിൽക്കുന്ന കാലം വരുന്നു. ശക്തന്മാരായ ആളുകളെ ദൈവത്തിന് ആവശ്യമുണ്ട്. യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ളത് സത്യമാണെങ്കിൽ കർത്താവ് വരും. മൽപ്രിയനെ, എന്നെ നായകനെ എപ്പോഴാ വരുന്നേ? ഞങ്ങൾ റെഡിയാന്ന് പാടാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. നിങ്ങൾ റെഡിയാ, പക്ഷെ വേല ചെയ്തില്ലല്ലോ. നിങ്ങൾ പോയാൽ മതിയോ? ഞാൻ പലയിടത്തും പറഞ്ഞ് നിങ്ങൾ ഇതിലൊക്കെ കണ്ടു കാണും. ഞാൻ ഒന്നുകൂടെ പറയുക, MC റോഡിൽ ബസ് കാത്തു നിന്ന ഒരു പുള്ളി അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കുക, ഈ KSRTCക്ക് കടാന്ന് ചുമ്മാ പറയണമല്ലേ, കൈ നീട്ടിയിട്ട് ഒറ്റ ബസ് നിർത്തുന്നില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വണ്ടി കൊണ്ട് നിർത്തി. ഈ പുള്ളി അതേ കയറി. അടുത്ത സ്റ്റോപ്പിൽ ഈ പുള്ളി കൊണ്ട് നിർത്തിയപ്പോൾ ഇവൻ ചോദിക്കുക, ഇതാണോ സൂപ്പർ ഫാസ്റ്റ്? ഇതാണോ ലിമിറ്റഡ് സ്റ്റോപ്പ്? കാണുന്നിടത്തെല്ലാം നിർത്തുകയാണല്ലോ. ഇതാ നമ്മുടെ സ്വഭാവം. ഞാൻ കയറിയാൽ പിന്നെ എങ്ങും നിർത്തരുത്, വിട്ടുപൊക്കോണം. കർത്താവേ പറഞ്ഞേ, വരാം, ഒരു 2-3 പേരെ കൂടി വണ്ടിയെ കയറ്റാൻ പറ്റുമോ? വരാന്നേ, ഒരു 5-6 പേരെ കൂടെ. നിങ്ങൾ 4 പേർക്ക് വേണ്ടി ഈ വണ്ടി ഓടിയാൽ മുതലാവുമോ? തിരുവനന്തപുരത്ത് ന്യൂഡൽഹിക്ക് പുറപ്പെടുന്ന കേരള എക്സ്പ്രസ് അല്പസമയത്തുള്ളിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരും. ഡ്രൈവർ മാത്രമേ ഉള്ളെങ്കിലോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാസ്റ്റർ ഉപദേശം തെറ്റിക്കുകയാണോ? ആളുകൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ കർത്താവ് വരികയില്ലെന്നാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം തെളിയിക്കാൻ ഞാനൊരു വാക്യം തരാം.
ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കാവുന്നു. അയ്യോ, നമുക്കത് തിരിച്ചറിയാം, അതിൻ്റെ വലിപ്പം. ആ വാക്യത്തിൻ്റെ ആഴം നമുക്ക് തിരിച്ചറിയാം. ആത്മാക്കളെ നേടുന്നതിൽ കുറച്ച് പേരുടെ കൂടെ ഉള്ളിൽ ഒരു വചനം ഇന്ന് രാത്രി വീഴട്ടെ, ഇന്ന് പകലിൽ വീഴട്ടെ. ആത്മാക്കളെ നേടുന്നതിൽ, മിഷൻ ഫീൽഡിലേക്ക് പോകുന്നതിൽ, ഒരു സ്റ്റേറ്റിനെ ദത്തെടുക്കുന്നതിൽ, ഒരു ഗ്രാമത്തിൽ ദൈവസഭ ആരംഭിക്കുന്നതിന് കുറച്ച് പേരുടെ ഉള്ളിൽ ഒരു തീ കത്തിയെങ്കിൽ നന്നായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തിന് പുറകിൽ ബീഹാറിൽ വളരെ ഉണങ്ങിയ അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്ന് നമ്മുടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ പറയുന്നു. ഞാൻ പോയി കണ്ട ഏരിയയുടെ കാര്യം എനിക്കറിയാം, അതിനു മുമ്പ് അല്ലാത്തവരുടെ കാര്യവും മനസ്സിലായി. അതെ, ഒരു സീസൺ ഉണ്ടോ? പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിപ്പീൻ. അപ്പം അങ്ങനെ ഒരു കാലം ഇല്ലേ? ഉപദേശത്തിൻ്റെ ആ നൂലാമാല മാത്രം ചിന്തിക്കാതെ ഉപദേശത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നാം ഒന്ന് വിട്ടുകൊടുക്കുകയും കൂടെ ചെയ്യണ്ടേ? നാം ഒന്ന് കരയണ്ടേ? നാം ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? നാം ഒന്ന് വിശാലത കാണിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനം പുറപ്പെടുവിക്കുന്ന വചനമാണ്. വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യും. ഭൂമിയെ ഫലവത്താക്കും. നമ്മെ ഫലവത്താക്കാനാ വചനം നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. നാം ഫലമുള്ളവരാകുവാനാണ് വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ എന്ത് ചെയ്യണം? 55:1 അല്ലയോ? വായിച്ചാട്ടെ. അതാ എനിക്ക് വലിയ സംശയം ആദ്യകാലങ്ങളിൽ. വെള്ളം എങ്ങനെ തിന്നുന്നേ? ആരോടാ ചോദിക്കുന്നത്? തമ്പുരാനോട് തന്നെ ചോദിക്കാം. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദൈവമില്ലാത്തവരുമായുള്ളവർ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അക്ഷരത്തെറ്റാണോ? അല്ല. എന്ന് പറഞ്ഞാൽ ദാഹവും വിശപ്പും ഒരുമിച്ച് തീർക്കുന്ന സാധനമാണ് ദൈവവചനം. സ്തോത്രം. കുടിക്കോ തിന്നോ എല്ലാം കൂടെ ആയിക്കൂടെ അങ്ങ് ചെയ്യാം. ദൈവത്തിൻ്റെ വചനത്തിനായൊരു ദാഹം ഉണ്ടെങ്കിലേ ആ വചനം നിന്നെ പുറപ്പെടുവിക്കുകയുള്ളൂ. വചനത്തോടൊരു ആത്മാർത്ഥത. അടുത്ത പ്രയോഗം, അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? കല്ല് അപ്പമാക്കുന്ന ഒരു കൂട്ടരും അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന വേറൊരു കൂട്ടരും. ഈ 2 കൂട്ടരുമാണ് മതങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കല്ല് അപ്പമാക്കുന്നത് ആരാ? പ്രോസ്പെരിറ്റിക്കാർ. തൊട്ടതെല്ലാം സമൃദ്ധിയാക്കുക എന്നുള്ള പരിപാടിയാണ്. സമൃദ്ധി ഇഷ്ടമില്ലാത്തവരാരും ഇല്ല, എല്ലാവർക്കും ഇഷ്ടം. ആർക്കാർക്കും ഇഷ്ടമില്ലാത്ത പ്രോസ്പെരിറ്റി? ആർക്കാ ഇഷ്ടമില്ലാത്ത? പക്ഷെ വെറുതെ പറഞ്ഞ് മനുഷ്യനെ ചതിക്കരുത്, പറ്റിക്കരുത്. കല്ല് അപ്പമാക്കുന്ന ആളുകൾ, കണ്ണല്ലാത്ത എല്ലാം പൊന്നാക്കുന്ന ആളുകൾ. എൻ്റെ സഭയിൽ സൈക്കിളെ നിങ്ങൾ യോഗത്തിന് വന്നാൽ സ്കൂട്ടറെ തിരിച്ചു പോകും. സ്കൂട്ടറെ തിരിച്ചു വന്നാൽ ഇങ്ങോട്ട് വന്നാൽ കോളീസൽ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നത് പോകും. പിന്നെ വരവും ഇല്ലാണ്ടാവും. കാരണം കോളീസ് കിട്ടിയില്ലേ? കാരണം അത് കിട്ടാനല്ലേ വന്നേ. പിന്നെ എന്തിനാ വരുന്നത്? കല്ല് അപ്പമാക്കുന്ന സഭ. വേറൊരു സഭ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന സഭ. മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന അപ്പന്മാരുണ്ടോ എന്നാണ് കർത്താവ് ചോദിച്ചത്. ഞാൻ തിരിച്ച് ചോദിക്കുക, അങ്ങനെ കൊടുത്താൽ മേടിക്കുന്ന മക്കളുണ്ടോ? കല്ല് കൊടുത്താലേ കൊടുക്കുന്ന ആളുടെ തലക്കിരിക്കും അത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് പ്രയത്നഫലവും ചെലവിടരുത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്ക്. വചനമാണെന്നുള്ള ഭാവത്തിൽ കാട്ടിക്കൂട്ടുന്നതിനൊന്നും പോയി നിന്റെ ആയുസ് കളയരുത്. അപ്പമല്ലാത്തതിന് ദ്രവ്യം കൊടുക്കരുത്. ദ്രവ്യം, നിന്റെ അധ്വാനം വേസ്റ്റ് ആകരുത്.
നിന്റെ ലൈഫ് വെറുതെ പോകരുത്. നീ മെനക്കെടുന്നെങ്കിൽ വചനത്തിനായി മെനക്കെടണം. നീ കുത്തിയിരിക്കുന്നെങ്കിൽ വചനത്തിനായിരിക്കണം. നീ ഉപവസിക്കുന്നെങ്കിൽ വചനത്തിനായി ഉപവസിക്കണം. നീ ധ്യാനിക്കുന്നെങ്കിൽ വചനത്തിനായി മായമില്ലാത്ത പാലിന് വേണ്ടി ദാഹിക്കുവീൻ. വചനമില്ലെങ്കിൽ 10,000 ആളുണ്ടെങ്കിലും നീ ആ കൂട്ടായ്മയെ വലിയ നന്മ പ്രതീക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഞാൻ അനുകൂലിയ. 1 മണിക്കൂറെങ്കിലും പ്രൈസ് ആൻഡ് വർഷിപ്പിന് സമയം എടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പാട്ടും കൂടെ പാടി പിരിച്ചുവിടരുത്. മറക്കാനാവാത്ത, മാറ്റം വരുത്തുന്ന, മാറാത്ത ദൈവത്തിന്റെ വചനം അതിൻ്റെ കൂടെ കൊടുക്കുന്നില്ലെങ്കിൽ അത് കൾട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പമല്ലാത്തതിന്റെ പുറകെ പോകരുത്. വചന ലഭ്യതയില്ലാത്ത ഒരു കൂട്ടായ്മയും മുന്നോട്ട് പോവുകയില്ല. എല്ലാ ഉണർവിനെയും സ്വാഗതം ചെയ്യുന്നു. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് വേണേ പറയാം, പക്ഷെ ശരിയല്ല. എങ്കിലും ആകട്ടെ, ഒരു ആത്മീയ ചൈതന്യമോ ഒരു പ്രാർത്ഥനാ കൂട്ടമോ ഉണ്ടെങ്കിൽ അയ്യോ നല്ലതാണല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഓർക്കുക, വചനത്തിന് പ്രാമുഖ്യമില്ലെങ്കിൽ, കറതീർന്ന ഉപദേശം പഠിപ്പിക്കുന്നില്ലെങ്കിൽ, മായമില്ലാത്ത പാല് കൊടുക്കുന്നില്ലെങ്കിൽ ആ കൂട്ടായ്മയെ വിട്ടൊഴിഞ്ഞുകൊള്ളുക. വചനത്തിനായി വരിക. അപ്പമല്ലാത്തതിന് പ്രയത്നമല്ല ചെലവിടരുത്. ഇങ്ങനെ വചനത്തിനായുള്ള ദാഹവും വചനമല്ലാത്തതിനേക്കുള്ള തിരിച്ചറിവും ഉണ്ടാകണം. 55 എന്നാ പറയുന്നത്. യഥാർത്ഥ വചനത്തിനായുള്ള ദാഹവും വചനമല്ലാത്തതിനെ കുറിച്ചുള്ള തിരിച്ചറിവും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിന്റെ ഉള്ളിലേക്ക് പുറപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ആ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യിക്കും. വചനത്തിൻ്റെ പ്രവൃത്തി അത് നമ്മെ പുറപ്പെടുവിക്കും, അത് നമ്മെ ഫലവത്താക്കും, അത് നമ്മെ ചലിപ്പിക്കും, അത് നമ്മെ കരയിപ്പിക്കും, അത് നമ്മെ കുറ്റബോധമുള്ളവരാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ മുമ്പിൽ നീ കരഞ്ഞിട്ട് എത്ര വർഷമായി? വചനത്തിന് മുമ്പിൽ കണ്ണ് നനഞ്ഞിട്ട് എത്ര മാസമായി? ഒരു വചന ശുശ്രൂഷയുടെ മുമ്പിൽ ഹൃദയം പൊട്ടി ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്മാറ്റത്തിലാണെന്നാണ് എൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. കലാപരിപാടികൾ നടത്താനല്ല സഭായോഗത്തിന് പോണത്. 2-3 പ്രോഗ്രാം തീർക്കാനല്ല. വചനത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ നുറുങ്ങി നിലവിളിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ വന്നത് വെറുതെയായി. രക്തത്താൽ ജയം. ഇതൊരു കോൺഫറൻസ് ആണ്. സമയത്തിന് വളരെ വിലയുണ്ട്. സമയത്തിൻ്റെ വില അറിയുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്താണ്. സമയമില്ലെന്നും പറഞ്ഞ് സമയം കളയരുത് എന്ന് ഞങ്ങൾ പലയിടത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അത് പ്രായോഗികമാണ്. അതുകൊണ്ട് ആ ഭാഗമേ മിണ്ടുന്നില്ല. വിഷയത്തിലോട്ട് പോകട്ടെ. വചനമായവൻ വചനം പഠിപ്പിക്കുന്ന ഭാഗം വായിച്ചിട്ടുണ്ടല്ലോ. വചനത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണാം. ഒന്നുകൂടെ പറയാം. വചനമായവൻ വചനം പഠിപ്പിക്കുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട്. വചനത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണാം. ലൂക്കോസ് 24 27. കറക്റ്റാ വായിച്ചത്, അങ്ങ് വായിച്ചാൽ മതി. ആര്? കുറച്ച് പറഞ്ഞാട്ട്. യേശു. ആർക്ക്? ശിഷ്യന്മാർക്ക്. ആ ശിഷ്യന്മാരുടെ പേര്, ഒരാൾ ക്ലയോപ്പാവ്, മറ്റേ പേര് അറിയാൻ മേല. തൽക്കാലം നമുക്ക് മിസ്സസ് ക്ലയോപ്പാവ് എന്ന് ഇടാം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ വലിയ ഗൗരവമുള്ള വിഷയമല്ലല്ലോ. സ്തോത്രം. ഈ മിസ്സസ് ക്ലയോപ്പാവ് എന്ന് പറയാൻ കാരണം എന്നാ? എൻ്റെ ഒരു ഊഹം ഈ വാക്യമാണ്. 29, 28, 29. ആ കാണിച്ചു. ഏതായാലും രണ്ടുപേരും ഒരു വീട്ടിലാന്ന് ഉറപ്പായല്ലോ.
അപ്പോൾ ആ ഭാഗം സമ്മതിച്ചു. ഇനി ഒരു ഗസ്റ്റിനെ വീട്ടിലോട്ട് ക്ഷണിക്കണമെങ്കിൽ 2 വീട്ടിലോട്ട് ആയിരിക്കുകയില്ല, 2 പേരും വീടിൻ്റെ ഉടമസ്ഥരായിരിക്കണം. അപ്പോൾ 2 പേരോട് കൂടി വിളിക്കുക. സാധാരണ കുടുംബമായിട്ടാണല്ലോ ക്ഷണിക്കുന്നത്. ഈ ന്യായങ്ങൾ വെച്ച് തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. വലിയ അടിസ്ഥാനോപദേശമുള്ള പ്രശ്നമല്ലല്ലോ, അതുകൊണ്ട് നമുക്കതിന് തർക്കിക്കണ്ട. ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവർ പോവുക, എമ്മൗസിലേക്ക് പോവുക. യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുക. 11 കിലോമീറ്റർ ഉണ്ട്. 11 കിലോമീറ്റർ ഉണ്ട്. 7 നാഴിക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏകദേശം 11 കിലോമീറ്റർ. ഈ പോക്ക് പിന്മാറ്റത്തിൻ്റെ പോക്കാണ്. ഈ പോക്കിൻ്റെ പ്രത്യേകത കാണാം. 13, 14, 15, 16 വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. ആ, തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ സംഭവിച്ചത് യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം സംസാരിച്ചുകൊണ്ടിരുന്നു. ആ, സംസാരിക്കുന്നതിനിടെ തർക്കിക്കുന്ന എന്തിനാ? അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു, തർക്കമുണ്ടല്ലോ പാസ്റ്ററെ, അതുകൊണ്ട് കുടുംബം ആയിരിക്കുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ നിർത്തി ചിന്തിക്കാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ തർക്കം നടക്കുന്ന വീട്ടിലാണ്. കാരണം സഭയെ ഞായറാഴ്ചയല്ലേ വരുന്നുള്ളൂ, അന്നേരം തർക്കിക്കാൻ നേരമില്ല. എന്നാൽ വീട്ടിലാണെങ്കിൽ തർക്കം നടന്നുകൊണ്ടിരിക്കും. എന്താ ഇങ്ങനെ തർക്കം വരുന്നത്? 2 പേർക്കും ജീവനുള്ളതുകൊണ്ട്, 2 പേർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്, 2 പേർക്കും വ്യക്തിത്വം ഉള്ളതുകൊണ്ട്. ഹല്ലേലൂയ. നല്ല തർക്കം നടക്കുന്നുണ്ട്. സ്തോത്രം. കുഴപ്പമില്ല, ചെറുതായിട്ട് തർക്കിച്ചോ. എന്നാൽ അയൽവക്കംകാരറിയരുത്. അതിനു മുമ്പ് അത് നിർത്തണം. എങ്ങനെയാണ് പാസ്റ്റർ നിർത്തുന്നത്? പറയാം. ഒരു പ്രാവശ്യം ഒരാൾ ജയിക്കട്ടെ, അടുത്ത പ്രാവശ്യം മറ്റേയാളെ ജയിപ്പിച്ചേക്കണം. ചില വീട്ടിലെന്നും പപ്പായ്ക്ക് ജയിക്കണം, ചില വീട്ടിലെന്നും മമ്മിക്ക് ജയിക്കണം. അപ്പോൾ ഇത് പിള്ളേർ ഇനി മനസ്സിലാക്കണം. പിള്ളേർ ഇവിടെ ഇല്ലല്ലോ അല്ലേ? പിള്ളേർ ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പിള്ളേർ കൈയടിക്കണം തർക്കം മൂക്കുമ്പോൾ. ഈ പ്രാവശ്യം മമ്മി ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നങ്ങ് പറഞ്ഞാൽ ആ കളി അങ്ങ് അവസാനിക്കും. സ്തോത്രം. തർക്കമുണ്ട്. പക്ഷേ ഇവർ തർക്കിച്ചത് വേദപുസ്തക വിഷയങ്ങളാണ്, ഈശോമിശിഹായുടെ കാര്യങ്ങളാണ്. എന്താ തർക്കം? ഉയർത്തോ ഉയർത്തില്ലയോ, ദൈവപുത്രനാണോ, എങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചായിരിക്കണമല്ലോ തർക്കം. സംസാരത്തിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാം വായിച്ച് പതുക്കെ വ്യാഖ്യാനിക്കാൻ ഇപ്പം സമയമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം, എനിക്ക് മനസ്സിലായത്, സഹോദരിക്ക് നല്ല ബോധ്യമാണ്. കാരണം പുള്ളിക്കാരത്തി കുരിശിൻ്റെ അടുത്ത് നിന്നൊന്ന് 19:25 എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 19:25. ഇപ്പം എടുക്കണ്ട. അപ്പോൾ കുരിശിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് പുള്ളിക്കാരത്തി, മിസസ് ക്ലയോപ്പാവോ. പുള്ളിക്കാരത്തിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഇത് ദൈവപുത്രൻ തന്നെയാണ്. ഉയർത്ത് കണ്ടാലും കണ്ടില്ലെങ്കിലും കർത്താവ് തന്നെയാണ്. ജീവിതത്തിൽ കഷ്ടം വന്നെന്നോർത്ത് ദൈവപുത്രൻ അല്ലാതെ വരുമോ? ജീവിതത്തിൽ ദുരന്തങ്ങളും വന്നെന്നോർത്ത് ദൈവം അല്ലാതെ പോവുമോ? ഒരു ദിവസം മാറ്റം വരും. ഒരു ദിവസം നിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും. ഒരു ദിവസം നിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും. ഒരു ദിവസം നിൻ്റെ നിരാശയ്ക്ക് മാറ്റം വരും. ഒരു ദിവസം നിൻ്റെ കണ്ണുനീർ തുടയ്ക്കപ്പെടും. മറക്കണ്ട, ലോകം മറക്കും, പക്ഷെ ദൈവം മറക്കുന്നില്ല. അവൾ ഉറച്ചു പറയുക, നമ്മളങ്ങനെ പിന്മാറ്റമൊന്നും പാടില്ല, കർത്താവ് ഉയർത്തും. പുള്ളിക്കാരനെ അത്ര ഉറപ്പില്ല. പുള്ളി കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, എന്ന പ്രതീക്ഷയെല്ലാം പോയെന്നാണ് വർത്തമാനത്തിൽ നിന്ന് വരുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഈ ആളെക്കുറിച്ച്. എന്നാൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അത്രയങ്ങ് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. കാരണം എവിഡൻസ് ഇല്ല. പിന്നെ അടുത്ത ഡയലോഗ് ഇവിടെ പുസ്തകത്തിലുണ്ട്, ഞാനങ്ങ് പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് സ്ത്രീകൾ ആ ചവക്കലൊക്കെ പോയെന്നോ ദൂതന്മാരെ കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയും കൂടെ ഭ്രമിപ്പിച്ചു. അപ്പോൾ ദൂതനെ കണ്ടെന്ന് പറഞ്ഞ് ഭ്രമിക്കുന്നത് എന്തിനാ? പുള്ളിക്കാരത്തിക്ക് സന്തോഷമുണ്ടായി, പുള്ളിക്ക് ഭ്രമമുണ്ടായി. അപ്പോൾ ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. വിശ്വാസത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും പുള്ളിക്കാരത്തിയെ യോഗത്തിന് കൊണ്ടുവിടും. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴുണ്ട്, ഞങ്ങളുടെ ചർച്ചിലുണ്ട്. രാവിലെ 10 മണിക്ക് സ്കൂട്ടറെ കൊണ്ടുവന്ന് പുള്ളിക്കാരത്തെ വിടും, 1 മണിക്ക് വന്ന് കൂട്ടിക്കൊണ്ടു പോകും. എത്ര നല്ല മനുഷ്യനാണ്. പുള്ളിക്കാരൻ സപ്പോർട്ടായി ഇതിന്, പക്ഷേ അത്ര അങ്ങോട്ടൊരു ഉഷാറായിട്ടില്ല വിശ്വാസത്തിൽ. സാരമില്ല, പുള്ളിക്കാരത്തി പിടിച്ചു നിന്നാൽ മതി, പുള്ളി വന്നോളും. അങ്ങനെയാണ് വന്നത് പലരും. വന്നു. ഈ സമയത്ത് കർത്താവ് പറയുക ചെന്നു, എത്ര നല്ല സ്വഭാവമാണെന്ന് നോക്കി.
ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുമ്പോൾ യേശു പുറകെ ചെന്നു. 15-ാം വാക്യം. ചേർന്നാണ്. എന്തൊരു സ്വഭാവ സ്വതന്ത്രം. വചനമായവന് ചേർന്ന് വരിക. അതെനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഇതെന്നാ പണിയാ? കൂടെ നടക്കുക, എന്നിട്ട് ആൾമാറാട്ടം. ആളെ പിടികിട്ടാതിരിക്കാൻ എന്തോ പണി ചെയ്തു യേശു. എന്നാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരുടെ കണ്ണ് നിരോധിച്ചു എന്ന് പറഞ്ഞ് യേശു ആണെന്ന് മനസ്സിലാകത്തില്ല. യേശു പറയാം, എന്നെ നിങ്ങൾ ഈ വർത്തമാനം പറയുന്നത്? ഞങ്ങൾ പറയുന്നത് ഈ ഇതില്ലേ, ഈ യെരൂശലേമിലൊരു സംഭവം നടന്നില്ലേ, നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? യേശു പറഞ്ഞില്ലേ, എനിക്കറിയില്ല, നിങ്ങൾ പറ. ഇത് മശിഹ യേശു എന്നൊക്കെ പറഞ്ഞൊരാൾ. എന്നിട്ട് എന്തുണ്ടായി? ചുമ്മാ എല്ലാവരോടും കൂടി അടിച്ച് മുറിവേൽപ്പിച്ച്. അല്ല, നിങ്ങൾക്ക് ആ വ്യക്തിയെ പറ്റി നല്ല അറിവുണ്ടോ? ഉണ്ട്. ഇങ്ങനെ മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയൊക്കെ ചെയ്ത. എന്നാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റിയില്ല. ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ശരി, പണ്ട് ഞങ്ങളുടെ അപ്പച്ചന്മാർ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പലത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കണ്ടീഷനിൽ ഒന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു നിലയിലല്ല ഇപ്പം നിൽക്കുന്നത്. പണ്ട് പ്രാർത്ഥിച്ച അത്ഭുതം നടക്കുമായിരുന്നു, എന്നാൽ ഇപ്പം അങ്ങനെ നടക്കുന്നില്ല. പണ്ട് രോഗികളൊക്കെ സൗഖ്യമായിരുന്നു. ഇപ്പം ഇങ്ങനെ പത്രത്തിൽ വായിച്ചുള്ള അറിവേ ഉള്ളൂ, ഞങ്ങൾക്കറിവില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പോവുക. അപ്പോൾ കണ്ണ് നിരോധിച്ചിരിക്കുക. എന്തിനാ കണ്ണ് നിരോധിച്ചേ? എനിക്ക് കിട്ടിയ ഉത്തരം പറയാം. കണ്ണ് നിരോധിച്ചില്ലെങ്കിൽ ഇത്രയും തുറന്ന് പറയുമോ? യേശു ആണെന്ന് അറിഞ്ഞാൽ അപ്പോഴും ട്യൂൺ മാറും. രക്തം ജയം, ഗ്ലോറി, സോദരം. അയ്യോ, പിന്നെ എന്നായിരിക്കും അറിയാം? സ്വോത്രം 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 സ്വോത്രം. അത് വേണ്ട. മാതൃഭാഷ ഒന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ വന്നേ. ഉണ്ടല്ലോ, ഒരു മാതൃഭാഷ ഉണ്ടല്ലോ എല്ലാവർക്കും. ഞായറാഴ്ചത്തെ ഭാഷ എന്നാ കുട്ടപ്പനാന്നറിയോ? തിങ്കളും ചൊവ്വായും ഭാഷയാണ് കേൾക്കേണ്ടത്. അതൊന്ന് കേൾക്കാൻ ആഗ്രഹമായിട്ടായി പുറകെ വരുന്നത്. എല്ലായിടത്തും വരുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. എല്ലായിടത്തും വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. കിച്ചണിൽ അവനുണ്ട് കേട്ടോ, ഡൈനിങ് ഹാളിൽ അവനുണ്ട്, ട്രെയിനിൽ അവനുണ്ട്, കാറിൽ അവനുണ്ട്, റോഡിൽ അവനുണ്ട്, കമ്പനിയിൽ അവനുണ്ട്, ഓഫീസിൽ അവനുണ്ട്. അറിയുന്നില്ലെന്നേ ഉള്ളൂ. സൂക്ഷിച്ച് സംസാരിച്ചോ, കേൾക്കുന്നുണ്ട്. സ്വോത്രം. ഞാനൊരു വീട്ടിൽ വിശ്രമിക്കുക. അവിടുത്തെ കൊച്ചി ഇച്ചിരി ഓവർ ടോക്കിങ്ങാണ്. കുഴപ്പമൊന്നുമില്ല, ചുമ്പിളി ചീത്തയൊന്നുമല്ല പറയുന്നത്, എന്നാലും ചുമ്മാ ഒച്ച വെക്കുക. ഉടനെ എൻ്റെ മമ്മി പറയുക, എടാ പാസ്റ്റർ അവിടെ കിടപ്പുണ്ടെന്നൊന്ന് നീ ഓർക്ക്. അത് തന്നെ, യേശു വീട്ടിലുണ്ടെന്നൊന്ന് ഓർക്കടാ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതി, കർത്താവ് ഉണ്ടെന്ന് ഓർക്ക്. കൂടെയുണ്ട്, പക്ഷെ അറിഞ്ഞില്ല. എന്തിനാണെന്നറിയോ? ഓപ്പണായിട്ട് പറഞ്ഞോട്ടെന്ന് ഓർത്താ. സ്തോത്രം. ഇതാ കർത്താവിൻ്റെ സ്വഭാവം. ഈ കപടഭക്തി ഇല്ലാതിരുന്നാലുണ്ടല്ലോ ഒരു 50% രക്ഷപ്പെട്ടു. അഭിനയിക്കരുത്. അഭിനയിച്ചാൽ പിന്നെ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, സഹായിക്കാൻ പോലും പറ്റുകയില്ല. എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഓപ്പണാണോ കർത്താവ് സഹായിക്കും. സ്തോത്രം. അഭിനയക്കാരൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അവനിവിടെ സമ്മാനം കിട്ടും, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടും. സ്തോത്രം 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 സ്തോത്രം. ഇങ്ങനെ പോയി കുറച്ച് ചെന്നപ്പോൾ കർത്താവ് ചോദിച്ചു, അപ്പോഴേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ന്യായപ്രമാണം വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എല്ലാം വിശ്വസിക്കുന്നുണ്ടോ? എല്ലാം ഇല്ല. വാലല്ല തലയാക്കുന്നുള്ള ഭാഗം വിശ്വസിക്കുന്നുണ്ട്. അതാ നിങ്ങൾക്ക് പറ്റിപ്പോയത്. എല്ലാം വിശ്വസിക്കണം. ഇപ്പോൾ ഈ വേദവാക്യങ്ങൾ ഇങ്ങനെ ചെറിയ കടലാസിൽ എഴുതി പെട്ടിക്കകത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ ബൈബിൾ വായന വേണ്ട. രാവിലെ പോകാൻ നേരത്ത് കണ്ണടക്കി അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഈ ഞാനാരാ നീ ആരാന്നറിയണേ മോളിൽ നിന്ന് വായിക്കണം. അങ്ങനെ ഈ സോപ്പോട്ടി സംസ്കാരം വന്ന കാരണം മിക്കവാറും വായന നിന്നിരിക്കുകയാണ്. ഈ കടലാസ് എടുക്കുക, പോവുക. എന്നിട്ട് പറയുന്നതെന്നറിയോ? എനിക്കൊരു വചനം കിട്ടി, അതിലാണ് ഞാൻ നിൽക്കുന്നതെന്നാണ്. സ്തോത്രം. പാവം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലാതെ തന്നെ ചെയ്ത്. സ്തോത്രം. യേശു ചോദിച്ചു, നിങ്ങൾ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞതല്ല. മുഴുവനില്ല. അതാ നിങ്ങളുടെ പ്രശ്നം. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, എല്ലാം വിശ്വസിക്കണം. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഈ പുസ്തകം തുറന്നു വെച്ചിട്ട് കുടുംബമായിട്ടിരുന്നിട്ട് പറയണം, ഈ വചനത്തിലുള്ളതെല്ലാം എല്ലാം 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 ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. എന്നിട്ട് കർത്താവ് വ്യാഖ്യാനിക്കുകയാണ്. വാക്യം 27. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും മോശ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ പറയാം, ഉൽപ്പത്തി തുടങ്ങി. സകല പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ മലാഖി വരെ. പുതിയ നിയമം എഴുതിയിട്ടില്ല. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് മുഴുവൻ റോഡിൽ വെച്ച് ബൈബിൾ ക്ലാസ് എടുത്തു. എന്നാ ക്ലാസ് ആയിരിക്കും അത്. പുൾപിറ്റില്ല, ബ്ലാക്ക് ബോർഡില്ല, ചോക്കില്ല, കമ്പ്യൂട്ടറില്ല, നടന്നുകൊണ്ട് ബൈബിൾ ക്ലാസ്.
കർത്താവാ പഠിപ്പിക്കുന്നെങ്കിൽ കസേര എന്തിനാ? സ്തോത്രം. ഈ അധ്യാപകൻ്റെ കഴിവ് കുറവുകൊണ്ടാണ് ഈ ആളുകൾ ഉറങ്ങിപ്പോണത്. സ്തോത്രം. അത് ഞാൻ സമ്മതിച്ചിട്ട് പറയുക. കർത്താവ് നടന്നുകൊണ്ട് ക്ലാസ് എടുത്തു 11 കിലോമീറ്റർ. എന്തൊരു മനോഹരമായിരുന്നു. ആ ക്ലാസ്സിൻ്റെ എഫക്റ്റ് എന്നായിരുന്നെന്ന് അവർ പിന്നെ പറയുകയാണ്. അവൻ വചനം പഠിപ്പിച്ചപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തി. അതെ, വചനം കത്തുന്നതാണ്. വചനം കത്തുന്നതാണ്. ഈ കോൺഫറൻസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കത്തുന്ന അനുഭവമായി നിങ്ങൾ ഇവിടുന്ന് പോകും. ആ തീ നിങ്ങളെ വീണ്ടും ചിലയിടത്തേക്ക് പറഞ്ഞയക്കും. അത് നിങ്ങൾക്കെതിരെയുള്ള ശക്തികളെ ദഹിപ്പിച്ചു കളയും. എൻ്റെ വചനം തീ പോലെയാകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു വചനം പറഞ്ഞു കൊടുത്തു. എനിക്കതിനകത്ത് ഭയങ്കര സന്തോഷമുള്ള കാര്യം, ഇന്നലെ അച്ഛൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിച്ചല്ലോ, സങ്കീർത്തനം വായിക്കേണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. യേശു ക്ലാസ് എടുത്ത് പഴയ നിയമത്തിൽ നിന്നാ. പക്ഷെ ഒരു കാര്യം അതിനകത്ത് ചേർത്ത് പറയാം. പഴയ നിയമത്തിൽ നിന്നാണ് എടുത്തെങ്കിലും പുതിയ നിയമ പറഞ്ഞത്. മോശ തുടങ്ങി മലാഖി വരെ എടുത്തിട്ട് കിട്ടിയതെന്തുവാ? ദാവീദല്ല, കിട്ടിയത് യേശു. ജനത്തിന് അതിൽ നിന്ന് യേശുവിനെ കൊടുത്തു. പിള്ളേർ പറഞ്ഞൊരു സംഭവമാണ്, നേരാണെന്ന് തോന്നില്ല. 5-6 ആഴ്ച ദാവീദ് കല്ലെടുത്ത കാര്യം പറഞ്ഞത്രേ. 6 ആഴ്ച കഴിഞ്ഞപ്പോൾ പിള്ളേർ ഒരുത്തൻ പറഞ്ഞു, ഇതുവരെ അവനെ കൊന്നില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് വിട്ടേക്കാൻ. കല്ലിൻ്റെ കാര്യം വ്യാഖ്യാനിച്ച് 6 ആഴ്ച കഴിഞ്ഞു. അത് ഇതുവരെ അവനെ കൊന്നില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് വിട്ടേക്കെന്ന് പിള്ളേർ പറഞ്ഞെന്ന്. കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം മതി. പ്രൈസ് ദി ലോർഡ്. യോഗം കഴിഞ്ഞ് പോകുമ്പം കല്ലും ക്രിക്കറ്റും ഒന്നും അല്ല കിട്ടേണ്ടത്. ക്രിസ്തു മുൾമുടി തലയിൽ ചൂടി, മുഖം തുപ്പലേറ്റവനായി, രക്തം വാർന്നൊഴുകുന്ന ദൈവപുത്രന്റെ ചിത്രമായിരിക്കണം. ഓരോ സഭായവും കഴിഞ്ഞു പോകുമ്പോഴും ഓരോ കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോഴും ജനത്തിന്റെ അകത്ത് നിൽക്കേണ്ടത് കുരിശിക്കപ്പെട്ട ക്രിസ്തു ആയിരിക്കണം. ഉയർത്തെഴുന്നേറ്റ് യേശു ആയിരിക്കണം. ഏലിയാവും ദാവീദും ഒന്നും അകത്ത് കയറി ഇരിക്കരുത്. ദൈവപുത്രൻ അകത്തിരിക്കണം. പഴയ നിയമം പ്രസംഗിച്ചോ, അതിനകത്തുനിന്ന് പുതിയ നിയമം പുറത്തേക്ക് വരണം. അതിനകത്തുനിന്ന് യേശു പുറത്തേക്ക് വരണം. ഏലിയാവല്ല, യേശു. അവൻ ക്ലാസ് എടുത്തു യേശുവിനെ കുറിച്ച്. കേട്ടോട്ടെ, ഉള്ളി കത്താൻ തുടങ്ങി. ഞാനിവിടെ നിർത്തുന്നു. ഇത്രയും നല്ല വചനം കേട്ടിങ്ങനെ പോകുന്നതിനിടയിൽ പ്രയാസങ്ങൾ വരുമോ? അതുകൊണ്ടെന്നേ അവിടെ. ഇതിനിടയിൽ പെട്ടെന്ന് യേശു അവരെ ഇട്ടങ്ങ് പോവുക. അവർക്ക് കാര്യം മനസ്സിലായി. പോകുന്ന ഭാവം കാണിച്ചു, മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ കർത്താവിനോടൊത്ത് വചനം ധ്യാനിച്ച് പോകുന്ന യാത്ര സുഖ. പക്ഷെ ചില സമയത്ത് ആബ്സെൻ്റ് ആയതുപോലെ, കർത്താവ് വിട്ടുപോയ പോലെ ഒരു ഫീലിങ്. ഭാവം കാണിച്ചു. അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം. യേശു എന്തെങ്കിലും ഭാവം കാണിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാ. പോകുന്ന പോലെ തോന്നി. ഉടനെ അവർ കരഞ്ഞ്, ഞങ്ങളെ വിട്ട് പോകല്ലേ പ്ലീസ്, ഞങ്ങളോട് വരണം. ഓക്കെ, വരാം. അപ്പോൾ വിളിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്തേ? പാഠം ഇതാണ്. ഈ യാത്രയിൽ ചിലപ്പോൾ അവൻ നിന്നെ വിട്ടുപോയതുപോലെ നിനക്ക് തോന്നും. പക്ഷെ അവൻ വിട്ടുപോകുകയില്ല. നീ നിലവിളിച്ചാൽ അവൻ തിരിച്ചു വരും. നീ കരഞ്ഞാൽ അവൻ തിരിച്ചു വരും. ഓ, വചനം എത്ര ശക്തിയുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ്. പക്ഷേ ചില സമയത്ത് ഏകാന്തത ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് എൻ്റെ കർത്താവേ, ഇതെന്നാ കൈവിട്ടോ, തീർന്നോ, കഥ കഴിഞ്ഞോ, ഉപേക്ഷിച്ചോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ചില മണിക്കൂറുകൾ, ചില മാസങ്ങൾ, അതേ വീണ്ടും ചില മാസങ്ങളും കൂടെ കഴിയുമ്പോൾ ഇരട്ടി സ്നേഹം, ഇരട്ടി ബലം, ഇരട്ടി ചൈതന്യം തിരികെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ മുഖം കാണാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ടോ? അവൻ നിന്നെ കൈവിടുകയില്ല. അവൻ്റെ വചനം നിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരിക്കലും നീ നശിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ആ വചനം അവരെ കത്തിച്ചു. എന്താ അടുത്ത വാക്യം എന്നറിയാമോ? ആ നാഴികയിൽ തന്നെ അവർ തിരിച്ചുപോയി. വചനം ചെന്നാലുള്ള ഗുണമാണ്. 11 മൈൽ രാത്രിയിൽ നടന്നു വന്നവർ ഈ വചനം ഇടപെട്ടപ്പോൾ തിരിച്ചുപോയി. തിരിച്ച് എങ്ങോട്ട് പോയി? അവരുടെ സുഹൃത്തുക്കളോടെല്ലാം ഈ സത്യം പറയാൻ വേണ്ടി പോയി. ഈ അവിശ്വാസികളോട് ഇത് പറയാൻ, യേശുവിൻ്റെ ഉയർപ്പ് അറിയാത്തവരോട് ഇത് പറയാൻ. വചനം അകത്ത് കത്തിയാൽ തിരിച്ചു പോകും.
വചനം അകത്ത് കത്തിയാൽ ചിലരുടെ അടുക്കിലേക്ക് നാം വേഗത്തിൽ പോകും. അതെ, സമാപന ദൂത് സുവിശേഷീകരണത്തിനായി കാലുകളെ ചലിപ്പിക്കുന്നില്ലെങ്കിൽ ഈ വചനം നിന്റെ അകത്ത് കത്തിയിട്ടില്ല. മറ്റുള്ളവരെ ജീവിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ ഉള്ളിൽ ദൂത് കൊടുക്കുവാൻ, മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് മെസ്സേജ് കൊടുക്കുവാൻ, സുവിശേഷം എത്താത്തടത്ത് സുവിശേഷം എത്തിക്കുവാൻ നിന്റെ കാലുകളെ ചലിപ്പിക്കുന്നില്ല എങ്കിൽ ഈ വചനം നിന്റെ അകത്ത് കത്തിയില്ല. ചെവിയിലൂടെ കേട്ട് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. കണ്ണുകളടയ്ക്കാം. ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ തീരുമാനിക്കുക. വചനത്താൽ ചിലരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, വചനമായി പുറപ്പെടുവാൻ നമുക്ക് സമർപ്പിക്കാം. നാളുകളായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിളിയുള്ളവരും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുള്ളവരും സുവിശേഷ വിലയ്ക്ക് വേണ്ടി സമർപ്പണമുള്ളവരും ഈ ആരാധനാ യോഗത്തിൽ ഒന്നുകൂടെ മനസ്സ് പുതുക്കിക്കൊള്ളുക, ഒന്നുകൂടെ ഉറച്ചുകൊള്ളുക. ഇത് തന്നെയാണ് സമയം, ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ സമയം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനുള്ളവർ ഈ പകലിൽ ഒന്നുകൂടെ തങ്ങളെ തന്നെ പുതുക്കുക. ഇതാണ് സമയം. സ്വർഗീയ പിതാവേ, നിന്റെ വചനത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളിൽ ആഴമായി വെളിപ്പെടുവാൻ ഞങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അത് സംഭവിക്കട്ടെ. ഈ കോൺഫറൻസിൽ നിന്ന് ചിലരെ കൂടെ വചനം പുറപ്പെടുവിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ചിലരും കൂടെ മടങ്ങി വരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇതൊരു തീയായി അകത്ത് കത്താൻ ദൈവമേ തുടർന്ന് ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ വളരെ നന്ദി. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.